കേന്ദ്ര ഏജൻസികൾ ഒരു മനുഷ്യനെ, ഒരു വ്യവസായിയെ എങ്ങനെ ഇല്ലായ്മ ചെയ്യുന്നു എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഡോക്ടർ CJ റോയ് എന്ന വമ്പൻ വ്യവസായിയുടെ മരണം. ഇന്നലെ പെട്ടെന്നൊരു ദിവസം നടന്ന ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ് മൂലം സ്വയം ഇല്ലാതാകാനുള്ള തീരുമാനമല്ല റോയിയുടേത്. മാസങ്ങളോളമായി പിന്തുടർന്നുള്ള വേട്ടയാടലാണ് റോയ് എന്ന വമ്പൻ വ്യവസായിയുടെ മരണത്തിന് പിന്നിൽ. വർഷങ്ങളുടെ കഷ്ടപ്പാടും കാഴ്ചപ്പാടും കഠിനാധ്വാനവും കൊണ്ട് താൻ പടുത്തുയർത്തിയ സാമ്രാജ്യം നിമിഷനേരം കൊണ്ട് തിരിച്ചു പിടിക്കാൻ പറ്റാത്ത വിധമുള്ള നാശത്തിലേക്ക് കൂപ്പുകുത്തുന്നത് കണ്ടു നിൽക്കാനുള്ള ത്രാണിയില്ലാത്തതുകൊണ്ടാകാം ഒരു വെടിയുണ്ടയിൽ CJ റോയ് തന്റെ ജീവിതയാത്ര അവസാനിപ്പിച്ചത്. 6 വർഷത്തിനിടെ ആദായ നികുതി വകുപ്പിന്റെ വേട്ടയാടലിൽ ജീവിതം അവസാനിപ്പിക്കുന്ന രണ്ടാമത്തെ വ്യവസായി. എന്തുകൊണ്ട് IT വകുപ്പ് അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ റോയിയെ പിന്തുടർന്നു? ബാംഗ്ലൂരിലെ IT യൂണിറ്റിനെ മാറ്റി കൊച്ചിയിലെ IT യൂണിറ്റ് റെയ്ഡ് ഏറ്റെടുക്കാൻ കാരണം എന്താണ്? ഇത്രയും സംശയങ്ങൾക്ക് ഇനിയും ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. മാസങ്ങളോളമായി IT വകുപ്പ് CJ റോയിയുടെ കോൺഫിഡന്റ് ഗ്രൂപ്പിന് പിന്നാലെ ഉണ്ടായിരുന്നു. 2 മാസങ്ങൾക്ക് മുൻപാണ് കോൺഫിഡന്റ് ഗ്രൂപ്പ് ഡയറക്ടർ TA ജോസഫിനെ IT വകുപ്പ് ചോദ്യം ചെയ്തതും അതിന്റെ തുടർച്ചയായി ബംഗളൂരുവിലെ ഓഫീസിൽ പരിശോധന നടത്തിയതും. അന്ന് 2 ലോക്കറുകൾ കൊച്ചി IT യൂണിറ്റ് സീൽ ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിനുശേഷവും ആദായ നികുതി വകുപ്പ് റോയിയെയും കോൺഫിഡന്റ് ഗ്രൂപ്പിനെയും വിടാതെ പിന്തുടർന്നു. കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ബിസിനസ് ദുബായിലേക്ക് കൂടുതൽ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം നവംബറിൽ ദുബായിൽ വൻ പാർട്ടി റോയി സംഘടിപ്പിച്ചിരുന്നു. മലയാള ചലച്ചിത്ര പ്രവർത്തകർ ഉൾപ്പെടെ ഇതിൽ പങ്കെടുക്കുകയും ചെയ്തു. ഈ പാർട്ടിയിൽ പങ്കെടുത്ത പലരെയും ആദായ നികുതി വകുപ്പും കേന്ദ്ര സാമ്പത്തിക കുറ്റാന്വേഷണ ഏജൻസികളും നിരീക്ഷണത്തിലാക്കിയിരുന്നു. റോയിയുമായി അടുപ്പമുള്ളവരിൽ ചിലരെ ഏജൻസികൾ ചോദ്യം ചെയ്യുകയും ചെയ്തു. പക്ഷേ എന്താണ് റോയിയെ പിന്തുടർന്ന് അന്വേഷണം തുടരുന്നതെന്നോ റോയിയുടെ ദുബായിലെ ബിസിനസ് ഇടപാടുകളിൽ IT വകുപ്പിനുണ്ടായിരുന്ന സംശയം എന്താണ് എന്നോ ഇപ്പോഴും അജ്ഞാതമാണ്. കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ മുഴുവൻ കേന്ദ്രീകരിച്ചിട്ടുള്ളത് ബംഗളൂരുവിലാണ്. എന്നിട്ട് പോലും റോയിക്കെതിരെ അന്വേഷണവും റെയ്ഡും മറ്റും നടത്തിയിരുന്നത് കർണാടകയിലെ IT ഉദ്യോഗസ്ഥരായിരുന്നില്ല, കൊച്ചിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരായിരുന്നു എന്നതാണ് ഈ റെയ്ഡിനെയും അന്വേഷണങ്ങളെയും സംശയമുനിയിലാക്കുന്ന മറ്റൊരു ഘടകം. കഴിഞ്ഞ 3 ദിവസമായി റെയ്ഡ് തുടർന്നു വരുന്നുണ്ടായിരുന്നു എന്നാണ് വിവരം. റോയിയെ IT ഉദ്യോഗസ്ഥർ ഓഫീസിൽ തടഞ്ഞു വെച്ചുവെന്നും സമ്മർദ്ദത്തിലാക്കിയെന്നും അദ്ദേഹത്തിന്റെ സഹോദരൻ CJ ബാബുവും ലീഗൽ അഡ്വൈസർ പ്രകാശും ആരോപിക്കുന്നു. 2 മാസം മുൻപ് ഡയറക്ടർ TA ജോസഫിനെ ചോദ്യം ചെയ്ത ശേഷം ബംഗളൂരുവിലെ ഓഫീസിൽ പരിശോധന നടത്തി മുദ്രവെച്ച ലോക്കറുകൾ റോയിയുടെ സാന്നിധ്യത്തിൽ തുറന്ന് പരിശോധിക്കാനാണ് ഇന്നലെ ഉദ്യോഗസ്ഥർ ഓഫീസിൽ എത്തിയത് എന്നാണ് വിവരം. രേഖകളെടുക്കാൻ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടതനുസരിച്ച് ക്യാബിനിലേക്ക് പോയ റോയിയെ പിന്നീട് മരിച്ച നിലയിലാണ് കണ്ടെത്തുന്നത്. ഇതിനിടയിൽ എന്താണ് സംഭവിച്ചത് എന്ന് ഇപ്പോഴും വ്യക്തമല്ല. കർണാടക സർക്കാർ വിശദമായ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ആദായ നികുതിയുമായി ബന്ധപ്പെട്ട് അപ്പലറ്റ് ട്രിബ്യൂണലിലും കർണാടക ഹൈക്കോടതിയിലും കോൺഫിഡന്റ് ഗ്രൂപ്പിന് കേസുകൾ ഉണ്ടായിരുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ആരായിരുന്നു CJ റോയ്? സ്വന്തം ആത്മാർപ്പണവും ആത്മവിശ്വാസവും കൈമുതലാക്കി ദീർഘവീക്ഷണത്തോടെ തന്റെ ബിസിനസ് വളർത്തിയെടുത്ത ഒരു വ്യവസായി. ദക്ഷിണേന്ത്യയിലെയും മിഡിൽ ഈസ്റ്റിലെയും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വിപ്ലവം സൃഷ്ടിച്ച ദീർഘവീക്ഷണത്തിന്റെയും അചഞ്ചലമായ ആത്മവിശ്വാസത്തിന്റെയും പേരാണ് CJ റോയ് എന്നത്. അകക്കണ്ണുകൊണ്ട് കച്ചവട സാധ്യത മനസ്സിലാക്കിയ ദീർഘദർശി. ബംഗളൂരുവിലെ സർജാർപൂർ IT ഹബ്ബാകുമെന്ന് 1.5 പതിറ്റാണ്ട് മുൻപേ പ്രവചിച്ച ദീർഘവീക്ഷണത്തിന്റെ പേരാണ് റോയ്. ആർക്കും ആവശ്യമില്ലാത്ത ഭൂമികൾ കുറഞ്ഞ പൈസയ്ക്ക് വാങ്ങാനുള്ള റോയിയുടെ തീരുമാനത്തെ സംശയത്തോടെ കണ്ട് ഞെട്ടിച്ചുളിച്ചവരെല്ലാം പിന്നീട് അദ്ദേഹത്തിന്റെ കച്ചവട കണ്ണിനെ അംഗീകരിച്ചിട്ടുണ്ട്. ആർക്കും വേണ്ടാതെ കിടക്കുന്ന സ്ഥലങ്ങളിൽ ഭാവിയിൽ വരാനുള്ള വികസനം മുൻകൂട്ടി കണ്ടായിരുന്നു റോയ് തന്റെ നിക്ഷേപങ്ങളെല്ലാം നടത്തിയിരുന്നത്. സർജാർപൂരിൽ സെന്റിന് വെറും 6000 രൂപയ്ക്ക് വാങ്ങിയ ഭൂമിയാണ് പിന്നീട് അദ്ദേഹം സെന്റിന് 12 ലക്ഷം രൂപ നിരക്കിൽ വിൽപ്പന നടത്തി വൻ ലാഭം കൊയ്തത്. അത് സർജാപൂരിൽ വരാൻ പോകുന്ന വികസനം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയായിരുന്നു. 6 വർഷത്തിനിടെ രണ്ടാമത്തെ വ്യവസായിയെയാണ് ആദായ നികുതി വകുപ്പ് മരണത്തിലേക്ക് തള്ളിവിടുന്നത്. 2019 കഫേ കോഫിയുടെ സ്ഥാപകൻ VG സിദ്ധാർത്ഥയുടെയും റോയിയുടെയും മരണങ്ങളിൽ ഒട്ടേറെ സാമ്യതകളുണ്ട്. ആദായ നികുതി വകുപ്പിന്റെ കടുത്ത പീഡനവും ബാഹ്യ സമ്മർദ്ദങ്ങളുമാണ് തന്നെ ഈ കടുത്ത തീരുമാനത്തിലേക്ക് എത്തിച്ചത് എന്ന് അന്ന് സിദ്ധാർത്ഥ തന്നെ ഒരു കുറിപ്പെഴുതി വെച്ചിരുന്നു. കർണാടക ഗോവ റേഞ്ച് ഇൻകം ടാക്സ് മുൻ ഡയറക്ടർ ജനറൽ ഇൻവെസ്റ്റിഗേഷൻ ആയിരുന്ന BR ബാലകൃഷ്ണന്റെ പേര് പരാമർശിച്ചുള്ള ഒരു കത്ത് തന്റെ ജീവനക്കാർക്കും ബോർഡ് അംഗങ്ങൾക്കും അദ്ദേഹം അയക്കുകയും ചെയ്തു. 6 വർഷങ്ങൾക്കിപ്പുറം ഇൻകം ടാക്സിന്റെ വേട്ടയ്ക്ക് മറ്റൊരു ഇര കൂടി ഉണ്ടായിരിക്കുന്നു. അതും സമാനമായ തുടർച്ചയായ വേട്ടയാടലിന്റെ ഫലം.
പലതവണ ഇൻകം ടാക്സ് റെയ്ഡ് സ്ഥാപനത്തിൽ നടന്നതിനെതിരെ CJ റോയ് കോടതിയെ സമീപിച്ചിരുന്നു. കേന്ദ്ര ഏജൻസികളുടെ നിരന്തരമായ പരിശോധനകളിൽ അദ്ദേഹം ക്ഷീണിതനായി. ഒടുവിൽ എല്ലാം വിട്ടൊഴിഞ്ഞ് മരണത്തിന് മുന്നിൽ ദാരുണമായ കീഴടങ്ങൽ. ഇൻകം ടാക്സിൽ നിന്ന് ധാരാളം പീഡനങ്ങൾ നേരിട്ടതായി VG സിദ്ധാർത്ഥയും ആരോപിച്ചിരുന്നു. അചഞ്ചലമായ ആത്മവിശ്വാസവും ആത്മാർപ്പണവും ദീർഘവീക്ഷണവും കൈമുതലാക്കിയായിരുന്നു ഇന്ത്യൻ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഉദയം. ഉയർന്ന ശമ്പളമുള്ള ഫോർച്യൂൺ 500 കമ്പനിയായ ഹ്യൂലറ്റ് പാക്കാർഡിലെ ജോലി ഉപേക്ഷിച്ച് റിയൽ എസ്റ്റേറ്റിലേക്ക് ഇറങ്ങാനുള്ള റോയിയുടെ തീരുമാനം പിഴച്ചില്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ വളർച്ച. പ്രസിദ്ധമായ നിരവധി ടെലിവിഷൻ ഷോകൾ സ്പോൺസർ ചെയ്തും ശ്രദ്ധേയമായ പല സിനിമകൾ നിർമ്മിച്ചും കേരളത്തിലും CJ റോയ് എന്ന ബിസിനസ് മാഗ്നറ്റ് തന്റെ സാന്നിധ്യം അറിയിച്ചു. സിനിമയ്ക്കും ടെലിവിഷൻ ഷോയ്ക്കും പുറമെ കായിക രംഗത്തും CJ ജോയ് നിക്ഷേപങ്ങളും സ്പോൺസർഷിപ്പുകളും നടത്തി. ദക്ഷിണേന്ത്യയിലെയും മിഡിൽ ഈസ്റ്റിലെയും റിയൽ എസ്റ്റേറ്റ് മേഖലകളിൽ റോയിയും കോൺഫിഡന്റ് ഗ്രൂപ്പും വിപ്ലവം സൃഷ്ടിച്ചു. ലോകം കടുത്ത സാമ്പത്തിക മാന്ദ്യത്തിന്റെ പിടിയിലമർന്ന 2006 കാലത്തായിരുന്നു റോയ് റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്ക് ഇറങ്ങിയത്. പക്ഷേ അതിനെ തരണം ചെയ്ത് കടബാധ്യതകളില്ലാത്ത ബിസിനസ് മോഡൽ എന്ന തനതായ ശൈലിയിലൂടെ അദ്ദേഹം വളർന്നു. ആ വളർച്ചയാണ് 165ലധികം വൻകിട പദ്ധതികളും 15,000-ലധികം ഉപഭോക്താക്കളുമുള്ള കരുത്തുറ്റ വ്യവസായ ശൃംഖലയാക്കി കോൺഫിഡന്റ് ഗ്രൂപ്പിനെ മാറ്റിയത്. കോൺഫിഡന്റ് എന്നാൽ ആത്മവിശ്വാസം. അതുതന്നെയായിരുന്നു റോയിയുടെ മൂലധനവും. ബംഗളൂരുവിൽ ജനിച്ചു വളർന്ന റോയിയുടെ വിദ്യാഭ്യാസം ഫ്രാൻസിലും സ്വിറ്റ്സർലൻഡിലുമായിരുന്നു. പഠനം കഴിഞ്ഞിറങ്ങിയതിന് പിന്നാലെ ബഹുരാഷ്ട്ര ഭീമനായ ഹ്യൂലറ്റ് പാക്കാർഡിൽ ഉയർന്ന ശമ്പളത്തിൽ ജോലി. എന്നാൽ ആ ജോലിയുടെ മാസ്മരികതയും ഉപേക്ഷിച്ച് 1997 സ്വന്തമായി ബിസിനസ് എന്ന സാമ്രാജ്യത്തിലേക്ക് റോയ് ഇറങ്ങിയത് തന്റെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ പേരിലെ ആശയം കൈമുതലാക്കിയിരുന്നു. കോൺഫിഡന്റ് അഥവാ ആത്മവിശ്വാസം. കുറഞ്ഞ സമയം കൊണ്ട് ഇന്ത്യയിലെ ശതകോടീശ്വരന്മാരുടെ പട്ടികയിലേക്ക് റോയ് നടന്നുകയറി. റോയിയുടെ തന്നെ വാക്കുകളിൽ പറഞ്ഞാൽ, ഒരാൾക്ക് കൃത്യമായ പദ്ധതി ഉണ്ടായിരിക്കണം. അതിൽ പടിപടിയായുള്ള ഒരു ബിസിനസ് പ്ലാൻ ഉണ്ടാകണം. ഒരു ബിസിനസ്സും ഹ്രസ്വകാലയളവിൽ $1 ബില്യൺ കമ്പനിയാകില്ല. സ്വന്തം ജീവിതത്തിൽ നിന്ന് പഠിച്ചു പകർത്തി റോയ് മറ്റുള്ളവർക്ക് നൽകിയ ഉപദേശം ഇതായിരുന്നു. തന്റെ വിജയങ്ങൾക്ക് പിന്നിൽ ഭാര്യ ലിനി റോയിയുടെയും മക്കളായ രോഹിത്, റിയ എന്നിവരുടെയും പിന്തുണയുണ്ട് എന്ന് അദ്ദേഹം എപ്പോഴും വിശ്വസിച്ചിരുന്നു. ബിസിനസ് തിരക്കുകൾക്കിടയിലും കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനും തന്റെ ഹോബിയായ ആഡംബര കാർ ശേഖരണത്തിനും അദ്ദേഹം സമയം കണ്ടെത്തി. ഓരോ ആഡംബരക്കാരനെയും ഒരു നിക്ഷേപമായി കാണുന്ന അദ്ദേഹത്തിന്റെ രീതിയും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. സ്വഭാവവും മനോഭാവവുമാണ് ഒരു വ്യക്തിയുടെ മൂല്യം നിർണ്ണയിക്കുന്നത് എന്ന വലിയ പാഠം റോയ് തന്റെ മക്കളെ പഠിപ്പിച്ചു. ബിസിനസ്സിലെ പരാജയങ്ങളെ ആഘോഷമാക്കാനും അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് കൂടുതൽ കരുത്തോടെ മുന്നേറാനും മറ്റുള്ളവർക്ക് മാതൃകയായ റോയ് ഒടുവിൽ വേട്ടയാടലുകൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ സ്വയം അവസാനിപ്പിച്ചു. ഇനിയൊരു റോയിമാർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ആശിക്കാം. എന്തായാലും രാജ്യത്തെ പ്രമുഖ റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പ് ഉടമ CJ റോയിയുടെ മരണം ആദായ നികുതി വകുപ്പിനെയും കേന്ദ്ര സർക്കാരിനെയും കടുത്ത സമ്മർദ്ദത്തിലാക്കുന്നതാണ്. വൻ പ്രതിസന്ധികളെ തരണം ചെയ്ത ചരിത്രമുള്ള റോയ് കേവലം 1 മണിക്കൂർ നേരത്തെ ചോദ്യം ചെയ്യലിന് ശേഷം മരിക്കാനിടയായ സാഹചര്യം ആദായ നികുതി വകുപ്പ് വിശദീകരിക്കേണ്ടി വരും. ആദായ നികുതി റെയ്ഡുകൾക്കെതിരെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഇതോടെ കനക്കുകയും ചെയ്യും.